ഓം ഹ്രീം സുബ്രഹ്മണ്യായ നമഃ. പ്രിയപ്പെട്ടവരെ, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ദൈവിക സ്വരൂപമാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവും. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തന് ഭഗവാന്റെ സാന്നിധ്യം വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഒരു ഭക്തന് സുബ്രഹ്മണ്യ സ്വാമിയെ അല്ലെങ്കിൽ മുരുകസ്വാമിയെ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് അനുഗ്രഹങ്ങൾ നേടാൻ കഴിയും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടാൻ കഴിയും. അങ്ങനെയാണ് പൊതുവിൽ. എന്നാൽ ഉത്തമോത്തമനായിട്ടുള്ള ഒരു ഭക്തന് ആ ഭഗവാന്റെ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ട് എന്നതിനുള്ള ചില തെളിവുകൾ കൂടി കിട്ടും. അപ്പോൾ ഞാൻ അത്തരം 7 കാര്യങ്ങളെ നിങ്ങളടുത്ത് പറയുകയാണ്. അപ്പം ഈ 7 കാര്യങ്ങളിൽ എത്ര കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഭക്തനല്ല, ഉത്തമത്തിൽ ഉത്തമനായിട്ടുള്ള ഒരു ഭക്തനാണ്. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിപ്പോൾ എന്ത് സ്ഥിതിയിലാവട്ടെ ആ സ്ഥിതിയിൽ നിന്ന് നിങ്ങളെ കരം പിടിച്ച് നിങ്ങളെ ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് എത്തിക്കാൻ പോകുന്ന തരത്തിൽ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. നമസ്കാരം. ഞാൻ RJ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് കനിവിൻ്റെ പൊരുളാണ്, ജ്ഞാനപ്പഴമാണ്. ആ ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് സംശുദ്ധമായിരിക്കണം. ആ സംശുദ്ധമായ മനസ്സിൽ നിന്നാണ് ആദ്യത്തെ പോയിന്റ് തുടങ്ങുന്നത്. അതായത് എവിടെ തിരിഞ്ഞാലും സുബ്രഹ്മണ്യൻ എന്നുള്ളത്. ഇത്തരം ഭക്തർക്ക് ഏത് വഴിക്ക് തിരിഞ്ഞാലും അവിടെ സുബ്രഹ്മണ്യൻ്റെ നാമം കാണാൻ പറ്റും. ഒരാളുടെ പേര് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എൻ്റെ പേര് മുരുകൻ എന്നായിരിക്കും. ഒരു പെൺകുട്ടിയെടുത്ത് പേര് വയ്ക്കും, അപ്പോൾ പറയും എൻ്റെ പേര് വള്ളി അല്ലെങ്കിൽ ദേവയാനി എന്നുള്ള രീതിയിലായിരിക്കും. ഒരു ഹോട്ടലിൽ കാണുമ്പോൾ അതിൻ്റെ പേര് ശരവണ ഭവൻ എന്നായിരിക്കും. മറ്റൊരാളെ കാണുമ്പോൾ അയാളുടെ പേര് സുബ്രഹ്മണ്യൻ എന്നോ മറ്റോ ആയിരിക്കും. നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലത്തും ഒരു ഓട്ടോ കാണുമ്പോൾ പോലും അതിൻ്റെ പുറകെ ഒരു സുബ്രഹ്മണ്യൻ്റെ ചിത്രമോ ഒരു വേലിൻ്റെ ചിത്രമോ, അങ്ങനെ എവിടെ നിങ്ങൾ അന്വേഷിക്കുമ്പോഴും സുബ്രഹ്മണ്യനുമായി അല്ലെങ്കിൽ മുരുകനുമായി സമ്പർക്കപ്പെടുന്ന വാക്കുകൾ, പ്രതീകങ്ങൾ കിട്ടുക. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പളനിമലയെക്കുറിച്ച് പറയുക. ഇങ്ങനെ എന്തിനും ഏതിനും മുരുകസ്പർശമുള്ള സാന്നിധ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് തുടങ്ങുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗുണകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീക്കിത്തരാൻ ഭഗവാന്റെ കൃപാകടാക്ഷം കൂടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണ്. രണ്ടാമത്തത്, സുബ്രഹ്മണ്യ മന്ത്രം നാവിൽ വിളങ്ങുക എന്നുള്ളത്. എന്നെ കാണാനൊരു 68-69 വയസ്സുള്ള ഒരു അമ്മ വന്നിരുന്നു. അമ്മ വലിയ ശിവഭക്തയാണ്. രാവിലെ എഴുന്നേറ്റ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക അമ്മയുടെ ഒരു ശീലമാണ്. വർഷങ്ങളായി തുടർന്നു വരുന്ന ഒന്നാണ്. ഈ അടുത്ത കാലത്ത് എന്നെ കാണുമ്പോൾ അമ്മ പറഞ്ഞു, എനിക്കിപ്പോൾ ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓം ശരവണ ഭവായ നമ എന്നുള്ള മന്ത്രമാണ് അറിയാതെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ശരവണൻ കൂടെ ഉണ്ട്, മകൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, തന്നെ കേട്ടോ ഭഗവാൻ കൂടെ ഉണ്ട്. എന്താ അങ്ങനെ തോന്നാൻ കാരണം? എൻ്റെ മരുമോൾ എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, പളനിയിലേക്ക് വരുന്നുണ്ടോ എന്ന്. ഇത്രയും കാലം എൻ്റെ അടുത്ത് വലിയ പിണക്കങ്ങളൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോൾ അവൾക്ക് വലിയ മാനസാന്തരം ഉണ്ടായി. അവൾ ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. മാത്രമല്ല എന്നെ പളനി കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അമ്മ പളനി പോയിട്ട് വരികയുണ്ടായി. പിന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. ഞാൻ കാണുന്നത് പിന്നീട് അവർ മുരുകക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതും തികഞ്ഞൊരു മുരുക ഭക്തയായി. എന്ന് പറഞ്ഞാൽ ഭഗവാനെ വിട്ടിട്ടില്ല, എന്നും ശിവസന്നിധിയിൽ പോകുന്നുണ്ട്. എങ്കിലും മുരുകൻ എന്ന് പറയുന്നത് അത്രയും കാലയളവിൽ അവരുടെ ജീവിതത്തിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടുന്നോ അവരുടെ നാവിൻ തുമ്പിലേക്ക് മുരുക മന്ത്രം ഇങ്ങനെ നിരന്തരമായിട്ട് പ്രവഹിക്കാൻ തുടങ്ങി.
അതോടുകൂടി ആ ഭഗവാൻ അവരെ അങ്ങ് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. ശരിക്കും നിങ്ങൾക്കും തോന്നാറില്ലേ, ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ കൂടുതലായിട്ട് സുബ്രഹ്മണ്യൻ്റെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നതായിട്ട്? എങ്കിൽ തീർച്ചയായിട്ടും കുറിച്ചോളൂ, നിങ്ങളിലേക്കും ഭഗവാന്റെ ചൈതന്യം പ്രവഹിച്ചു തുടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തത് സുബ്രഹ്മണ്യ സ്വാമിയെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളതാണ്. ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ മറ്റാർക്കും പറയില്ലല്ലോ, പറയണ്ട. പക്ഷേ ഈ ഭക്തർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ നിരന്തരമായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഭഗവാന്റെ ബാലസ്വരൂപമായിട്ടുള്ള പീലി വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് കൃഷ്ണനാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. പക്ഷെ ബാലസ്വരൂപമായിട്ടുള്ള ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. ആ വേലുമായിട്ട് മയിലുമായിട്ട് ഇങ്ങനെ വരുന്ന ഭഗവാനെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. അത് ഭഗവാൻ നമ്മളടുത്ത് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നതാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഈ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കും. നാലാമത്തെ കാര്യം, ക്ഷേത്രത്തിൽ വച്ച് മറ്റാർക്കും കാണാൻ കഴിയാത്ത ദിവ്യ ദർശനം കിട്ടുക എന്നുള്ളത്. ഈ ദിവ്യ ദർശനം കിട്ടുമ്പോൾ പലർക്കും ഇത് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ എൻ്റെ വളരെ അടുത്തുള്ള ഒരു അമ്മയും ഞാനും കൂടെ ഒരു മുരുകക്ഷേത്രത്തിൽ പോവുകയാണ്. അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പം അമ്മ പറയുകയാണ്, ഇന്ന് മുരുകന് ചാർത്തിക്കണ ആ ചാർത്ത് എന്ത് ഭംഗിയുണ്ടല്ലേ, ആ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് അഴകാണ് എന്ന് പറയാം. ഞാൻ അപ്പോൾ അമ്മയോട് ചോദിച്ചു, എന്താ ചാർത്തിട്ടേക്കുന്നോ? ചാർത്തിയിട്ടില്ലല്ലോ അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ ചാർത്തുള്ളൂ, കുറച്ച് പൂജ ഘട്ടങ്ങൾ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ചാർത്താം എന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറയേ, അല്ലല്ല ചാർത്തിയിരിക്കണു, എന്ത് മനോഹരമായിട്ടാണ് ആ ചാർത്ത് എന്ന് പറയണം. ഞാൻ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, താൻ കണ്ടായിരുന്നോ ഈ ചാർത്തിട്ടേക്കണേ? അയാൾ പറഞ്ഞു, ഇല്ല ചാർത്തിയിട്ടില്ല. ഈ അമ്മ ഒരു തരത്തിൽ സമ്മതിക്കും, നിങ്ങൾക്ക് കാഴ്ചക്കുറവാണ്, അത് ചാർത്തിയിട്ടുണ്ട്, മനോഹരമായിട്ട് ചാർത്തിട്ട് തലയിലൊരു പീലിയും കൂടെ അയാൾ വരച്ചു വെച്ചിട്ടുണ്ട്, എന്ത് ഭംഗിയാണിത് എന്നൊക്കെ അങ്ങ് വാചാലായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അമ്മയ്ക്കൊരു ദർശനം കിട്ടി. ഈ അമ്മ ഒരു ദർശനത്തിൻ്റെ ആ കാഴ്ചപ്പാടിലാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും. മഹത്തരാണ്. പിന്നെ നമ്മളൊന്നും അതിനെ കൂടുതൽ അങ്ങോട്ട് പറയാൻ പോയില്ല. കാര്യം അമ്മയ്ക്കുള്ള പുണ്യത അങ്ങനെയൊക്കെ. ശരിയമ്മേ, അതാണ് അമ്മയ്ക്ക് കാണിച്ചു തരുന്ന ഒരു കാഴ്ച, ഭഗവാന്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അനുഭവം കിട്ടിയ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അങ്ങോട്ട് വിശ്വസിക്കില്ല. പക്ഷെ നമുക്കിതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ആദ്യത്തെ ഒരു തവണ നമുക്കൊരു അങ്ങനെയാണോ എന്നൊരു തോന്നലുണ്ടായെങ്കിലും പിന്നീട് ഇത് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് വാസ്തവം. അഞ്ചാമത്തത്, വേലിൻ്റെ രൂപം സമ്മാനമായി കിട്ടുക എന്നുള്ളത്. വെള്ളിയിലെ വേലാവാം, അല്ലെങ്കിൽ വേറെ വേൽ സ്വരൂപങ്ങളാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരാൾ നമുക്ക് സമ്മാനമായിട്ട് തരികയാണ്, ഞാൻ ഇന്ന ക്ഷേത്രം മേടിച്ചുകൊണ്ട് വന്നതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വേൽ സ്വരൂപം തരികയാണ്, അല്ലെങ്കിൽ വേലിൻ്റെ പുറംചട്ടയുള്ള ഒരു പുസ്തകം സമ്മാനിക്കുകയാണ്. ഇതൊക്കെ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് കാണിച്ചിരുന്നു, വലിയ സൂചനയാണ്. ആറാമത്തെ കാര്യം, ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഒരാൾ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അത്ര പരിചയമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പരിചയമുള്ള ആളാവാം. പക്ഷെ നമ്മളടുത്ത് വന്ന് പറയണ, ഞാൻ ഇന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒഴിവ് കഴിവ് പറയുക, എനിക്ക് വരാൻ പറ്റില്ല, അങ്ങോട്ട് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറും. പക്ഷേ നമ്മൾ അധികവരേക്കും കേട്ടിട്ടില്ല ഒരു ക്ഷേത്രത്തിലേക്ക് ഞാനും വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകണമെന്നൊരു തോന്നലുണ്ടായിട്ട് നമ്മൾ ആ വ്യക്തിയോടൊപ്പം ആ ക്ഷേത്രത്തിൽ പോവുകയാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടിയത് ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ആ ക്ഷേത്രത്തിലേക്ക് നയിക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ തരികയും ചെയ്യും എന്നുള്ളതിൻ്റെ ലക്ഷണമാണിത്. ഏഴാമത്തത്, അത് വളരെ അപൂർവമാണ്, ഞാൻ കൂടെയുണ്ട് എന്നുള്ള മന്ത്രണം. അതായത് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, അത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്താവട്ടെ, പെട്ടെന്ന് ചെവിയിൽ പറയാണ്, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഒരു വട്ടമൊക്കെ ചിലപ്പോൾ കേൾക്കാൻ പറ്റും. ഒരു സമാധാനിപ്പിക്കൽ. ആ ഒരു സ്വരം ചിലപ്പോൾ നമുക്കൊരു ഹാലുസിനേഷൻ പോലെ നമുക്ക് തോന്നും.
എന്തോ ആവട്ടെ, അതിന് പ്രകൃതി തന്നൊരു ശബ്ദമായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ ഈശ്വരാധീന നില ചെക്ക് ചെയ്യുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപൂർവമാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. ചിലപ്പോൾ അവരുടെ മനസ്സ് മന്ത്രിക്കുമായിരിക്കും, പക്ഷെ ശബ്ദം ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. എങ്കിലും ഇത് കിട്ടിയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങോട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. തിരുമേനി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഈ ഒരാൾ ആരോ പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും പോലെ കേട്ട്, ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഈ ഭഗവാന്റെ തന്നെ ശബ്ദ സ്വരൂപമാണ്. ഏതോ ഇപ്പം ഇംഗ്ലീഷിലാണ് ഒരാൾ, ഈ മലയാളം അറിഞ്ഞുകൂടാത്തൊരു പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും കിട്ടുക. ഏത് ലാംഗ്വേജ് ആവട്ടെ, ആ ഒരു നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലായിരിക്കും ഭഗവാൻ നമുക്കത് പറഞ്ഞു തരിക. വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണിത്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം അദൃശ്യ സാന്നിധ്യമായിട്ട് ഭഗവാൻ നിൽക്കുന്നതിൻ്റെ 7 ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രചോദകം എന്നുള്ള നിലയിൽ ഇതിൻ്റെ കീഴെ നിങ്ങൾ കുറിക്കുകയും ഓം ശരവണ ഭവായ നമഃ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ചേർന്ന് നമുക്ക് ഈ മുരുകസന്നിധിയെ ആനന്ദഭരിതമാക്കുക. എല്ലാവരുടെയും ഇനിയിപ്പം ചില ഭക്തജനങ്ങൾക്ക് ഇതുവരെയ്ക്കും അത് കിട്ടിക്കാണില്ല, ആ ദർശനം കിട്ടിക്കാണില്ല, ആ സാന്നിധ്യം കിട്ടിക്കാണില്ല. പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു പോവുമെങ്കിൽ അധികം വൈകാതെ ഭഗവാന്റെ ആ തൃക്കടാക്ഷം നമുക്ക് കിട്ടിയിരിക്കും. വളരെ അനുഭവസ്ഥരുണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.